ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വിളയൂർ പഞ്ചായത്തിലെ കർഷകർക്ക് കിഴങ്ങുവർഗ കിറ്റുകൾ വിതരണം ചെയ്തു. 25 തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾക്കാണ് ഇടവിള കൃഷിക്കായി കിറ്റുകൾ നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ KM അഫ്ജാൻ, K വൃന്ദ എന്നിവർ പങ്കെടുത്തു. MP ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ പോക്കുപടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 കൊല്ലം മുമ്പ് ഫണ്ട് അനുവദിച്ച കെട്ടിടം 1 കൊല്ലം മുൻപാണ് പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം ചെയ്തിട്ടും ഇനിയും കെട്ടിടത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്നും ഇത്തരം പ്രവർത്തികൾ വൈകുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ചയാണെന്നും MP കുറ്റപ്പെടുത്തി. പിന്നെ എന്തായാലും തടസ്സം കഴിഞ്ഞ ഫെബ്രുവരി പറഞ്ഞപ്പോൾ 1 കൊല്ലം ഈ കെട്ടിടം പണി കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഇലക്ട്രിഫിക്കേഷനുള്ള ഫണ്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ ആ കെട്ടിടം വെറുതെ ഒരു കെട്ടിടമായിട്ട് കാര്യമില്ലല്ലോ, കറണ്ട് വേണ്ടേ, അവിടെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കണ്ടേ. അപ്പൊ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരറിയോ? ഈ വീഡിയോ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ്. അതിന്റെ ഉണ്ടാവും, AXE ഉണ്ടാവും, അവിടെ AXE ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് പരിശോധിച്ച് ഡോക്ടർമാരായിട്ട് ഇവിടുത്തെ അന്നത്തെ മെഡിക്കൽ ഓഫീസറായിട്ട് കൺസൾട്ട് ചെയ്യണം. എവിടെയാ പണിയേണ്ടത്, ആര് തീരുമാനിക്കണം? പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടണം. ഇത് വന്ന അതിന്റെ ഓർഡറിന്റെ കോപ്പി ആദ്യം വരെ പഞ്ചായത്തിലാണ്. ഇപ്പൊ പഞ്ചായത്ത് ആ സമയത്ത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തം. അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ വരുമ്പോൾ എഞ്ചിനീയർമാർ വരുമ്പോൾ അവർ വന്ന് പരിശോധിച്ച് സ്ഥലം തീരുമാനിച്ചു കൊടുക്കേണ്ട ആരാ? പഞ്ചായത്ത് തീരുമാനിച്ചു കൊടുക്കണം ഇന്ന സ്ഥലത്താ പണി. അപ്പൊ ആ എസ്റ്റിമേറ്റ് പരിശോധിക്കണം. ഇതൊന്നും ചെയ്യാതെ 1 കൊല്ലം മുമ്പേ പണി കഴിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്നിട്ടോ ഇപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടോ? ചെറിയ കാര്യങ്ങളുള്ളൂ, അതും ആയിട്ടില്ല. ഇത് നമ്മുടെ ഒരു വ്യവസ്ഥയുടെ ഭാഗം. ഇപ്പൊ ഡോക്ടർ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയാൽ പകരം ഡോക്ടർ വരണ്ടേ? അല്ലെങ്കിൽ ആ ഡോക്ടർക്ക് അവരുടെ സ്പെസിമെൻ സിഗ്നേച്ചർ അത് അറ്റസ്റ്റ് ചെയ്ത് വരണ്ടേ? ഇതിൽ പുതിയ ആളുടെ നല്ല ഒരു ബില്ലോ കാര്യങ്ങളോ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്താൻ കഴിയും. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വലിയ അപാകതയാണ്. ഇപ്പോ 2-3 വർഷം കൊണ്ട് ഞാൻ ഈ പാടൊക്കെ കുറെ പഠിച്ചു. ഇപ്പൊ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ എസ്റ്റിമേറ്റ് ഇങ്ങനെ കാണിക്കാൻ പറ്റും, നമ്മൾ കാണില്ല. ഈ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാ അംഗീകാരം കൊടുക്കണം അറിയോ? പ്ലാനിംഗ് ഓഫീസും കളക്ടറാണ്. ഇതെല്ലാം പണി കഴിഞ്ഞ് പരിശോധിക്കുന്നത് കളക്ടറാണ്. കളക്ടർ പറഞ്ഞ കളക്ടർ നേരിട്ടല്ല അവർ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ. അവർ ബില്ല് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളവിടെ അവസാനം ചെല്ലുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്, അതിന് കുറവുണ്ട്, ഇത് കുറവുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കൊടുക്കുന്ന ഫണ്ടുകളുടെ എസ്റ്റിമേറ്റ് കണ്ട് അതിൽ പോരായ്മകൾ നോക്കിയാണ് കൊടുക്കുന്നത്. ഇത് 2-3 വർഷം മുമ്പായതുകൊണ്ട് ഇത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. ഇപ്പൊ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അത് പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കാനുള്ള നടപടി അടിയന്തരമായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്ന, അബ്ദുള്ളക്കുട്ടി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.